നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള പാറ്റൂർക്കരയുടെ നന്ദികേശന്റെ ചട്ടംകൂട്ടൽ ചടങ്ങ് നടന്നു. ഏവർക്കും നമസ്കാരം. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഈ വരുന്ന 15-ാം തീയതി വിപുലമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി 16 കരകളിലും ഉള്ള നന്ദികേശൻ്റെ ഇട്ടുകൂട്ടൽ ചടങ്ങുകൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പാറ്റൂർ കരയിലെ നന്ദികേശൻ്റെ ഇട്ടുകൂട്ടൽ ചടങ്ങ് ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ മഹോത്സവത്തിന് മിഴിവേകുവാൻ ഭഗവത് സന്നിധിയിലെത്തുന്ന 16 കരയുടെയും അതോടൊപ്പം തന്നെ വിവിധ നേർച്ചക്കെട്ടുത്സവങ്ങളും അണിനിരന്നുകൊണ്ടുള്ള മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഏവരെയും സാദരം ക്ഷണിക്കുകയാണ്. നൂറനാട് പടനിലം പരമക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പാറ്റൂർ കരയുടെ അതിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജേഷ്, സെക്രട്ടറി ബാലകൃഷ്ണൻ ചേട്ടൻ അടക്കമുള്ള, അതോടൊപ്പം തന്നെ പഴയൂർക്കോണം കരയുടെ സെക്രട്ടറി അജയൻ, മറ്റ് ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സുരേഷ് പാറപ്പുറം തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ, ഈ കരയുടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലും ഇപ്പോൾ ഭക്തി ആദരവോടെ ഈ ചടങ്ങ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഈ നന്ദികേശനെ ഭഗവാന്റെ ദീപാരാധന സമയം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് തന്നെ സമയബന്ധിതമായി നമ്മുടെ ശിവരാത്രി മഹോത്സവം സമാപിച്ച് ദീപാരാധന കണ്ടു വണങ്ങി തിരികെ കരകളിലേക്ക് സന്തോഷത്തോടെ മടങ്ങുവാനുള്ള അവസരം തീർച്ചയായിട്ടും പാറ്റൂർ കരയിലെ സജ്ജനങ്ങൾ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്കരിക്കുന്നു. നമസ്കാരം. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് പാറ്റൂർ കര അണിയിച്ചൊരുക്കുന്ന നന്ദികേശൻ്റെ ചട്ടംകൂട്ടൽ ചടങ്ങാണ് ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ പടനിലം ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ്, അതേപോലെ ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ സുരേഷ് പാറപ്പുറം, അതേപോലെ എൻ്റെ കരയിൽ നിന്ന് സന്നിഹിതരായിട്ടുള്ള എൻ്റെ കൂടെ സഹപ്രവർത്തകനായ നമ്മുടെ സെക്രട്ടറി ബാലകൃഷ്ണൻ ചേട്ടന്, അതേപോലെ എൻ്റെ തൊട്ടടുത്ത കരയായ പഴഞ്ഞൂർക്കോണം കരയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കരയുടെ പ്രസിഡന്റ് ശ്രീ അജയൻ, അതുപോലെ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടന്, ഇവരെ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുത്തതിന് കരയുടെ ഭാഗമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ നൂറനാടിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവമായ മഹാശിവരാത്രി എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാശിവരാത്രി ഫെബ്രുവരി 15 നടക്കുകയാണ്. 16 കരകളിൽ നിന്നുള്ള കൂറ്റൻ നന്ദികേശ നിർമ്മിതികളാണ് ഇപ്രാവശ്യം ശിവരാത്രിക്ക് അണിനിരക്കുന്നത്. പാറ്റൂർ കരയുടെ നന്ദികേശൻ്റെ ചട്ടംകൂട്ടൽ ചടങ്ങാണ് ഇവിടെ നടന്നത്. ക്ഷേത്ര ഭരണസമിതിയും ഉത്സവ കമ്മിറ്റിയും ഇപ്രാവശ്യത്തെ മഹാശിവരാത്രി വളരെ വിപുലമായും ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. ഇപ്രാവശ്യം ഇളവക്കാട്ട് കരയിൽ നിന്നും പുതുപ്പള്ളികുന്നം കരയിൽ നിന്നും പുതിയ 2 നന്ദികേശന്മാരാണ് അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നത്. 9 മണിക്ക് ദീപാരാധന എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഭക്തജനങ്ങളുടെ ഒരാവശ്യം കൂടിയായിരുന്നു നേരത്തെ ദീപാരാധന നടക്കുക എന്നുള്ളത്. അതിന് എല്ലാ കരയുടെയും സഹായവും സഹകരണവും ഉണ്ടായെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. പാറ്റൂർ കരയിൽ നിന്ന് പടനിലം ക്ഷേത്രത്തിലേക്ക് എല്ലാ പ്രാവശ്യവും ആ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യവും ഉത്സവ കമ്മിറ്റിക്കും ക്ഷേത്ര ഭരണസമിതിക്കും പാറ്റൂർ കരയുടെ എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടാകണം. ഒപ്പം നന്ദികേശനെ കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ സഹായവും സഹകരണവും ക്ഷേത്ര ഭരണസമിതിയും ഉത്സവ കമ്മിറ്റിയും കരയ്ക്കും ഒരുക്കി കൊടുക്കുന്നതാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. വിവിധ കരകളിൽ ചട്ടംകൂട്ടൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മഹാശിവരാത്രിക്ക് കരകൾ ഉണരുന്നത്. ഒരു നാടിൻ്റെ മഹോത്സവമായി ഈ ശിവരാത്രി ഉത്സവം മാറിക്കഴിഞ്ഞു. ഇത് ഒരു വൻ വിജയത്തിലെത്തിക്കുവാൻ ഓരോ കരയും സഹകരിക്കുന്നതോടൊപ്പം പാറ്റൂർ കരയും ക്ഷേത്ര ഭരണസമിതിയോടൊപ്പവും ഈ നാടിനൊപ്പവും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാവർക്കും പാറ്റൂർ കരയിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ്, പഴഞ്ഞൂർക്കോണം കരയുടെ പ്രസിഡന്റ്, എല്ലാവർക്കും പ്രത്യേക നന്ദി ക്ഷേത്ര ഭരണസമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പാറ്റൂർ കരയിലെ നന്ദികേശൻ്റെ ഇട്ടുകൂട്ടൽ ചടങ്ങാണ് നടന്നത്. അതിനെത്തിയ ബഹുമാനപ്പെട്ട ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ പാറപ്പുറം സുരേഷ്,
കരയുടെ പ്രസിഡന്റ് രാജേഷ്, പാറ്റൂർക്കരയുടെ സെക്രട്ടറി, എല്ലാവർക്കും നമസ്കാരം. ബാലകൃഷ്ണൻ ചേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഇനിയും നമ്മുടെ നൂറനാട് ഉത്സവ രാവുകളിലാണ്. എല്ലാ ദിവസങ്ങളിലും കാളമൂട്ടിൽ പരിപാടികളും അന്നദാനവും ഒക്കെയായിട്ട് നൂറനാട് ഏതാണ്ട് ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള രാവുകൾ ശിവരാത്രിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നൂറനാട്. അതിൻ്റെ ഭാഗമായി നൂറനാട്ട് എവിടെ എത്തിയാലും കാളമൂട്ടിൽ അന്നദാനവും രാത്രി പരിപാടിയും ഒക്കെയായിട്ട് സജീവമായി കഴിഞ്ഞിരിക്കുന്നു. പാറ്റൂർക്കര പഠനക്ഷേത്രത്തേക്ക് അണിയിച്ചൊരുക്കിയ നന്ദികേശൻ്റെ ഇട്ടുകൂട്ടൽ ചടങ്ങിലേക്ക് ക്ഷണിച്ച പഴഞ്ഞിക്കോണം കര, എൻ്റെ സഹോദര കരയായ, ഞങ്ങൾ അയലത്തെ കരയാണ്, പണ്ട് വർഷങ്ങളുള്ള ബന്ധമുള്ള കരകൾ, വിളിച്ച പാറ്റൂർക്കരയെ ആദ്യം അഭിനന്ദിക്കുന്നു. ഈ കെട്ടുത്സവത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന പടനിലം ക്ഷേത്രഭരണ സമിതിയാണ്. ഇത് കൊണ്ടുപോകാനും കളിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രഭരണ സമിതി ചെയ്തു തരുന്നുണ്ട്. ഞങ്ങൾ പടനിലത്തെ 16 കരക്കാരും ഒരു മനസ്സോടെ ശിവരാത്രി വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവരും ഇതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളുടെ നാട് ഉത്സവലഹരിയിൽ ആയിരിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച പാറ്റൂർക്കരയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. പാറ്റൂർക്കരയിലെ കരയുടെ നന്ദികേശൻ്റെ ചട്ടംകൂട്ടൽ ചടങ്ങ് ഇന്ന് നടന്നു. ഈ ചടങ്ങ് ഭംഗിയാക്കുവാൻ കരയിലെ കുടുംബാംഗങ്ങളെല്ലാവരും ടെയും സഹായവും സഹകരണവും നന്നായി ഉണ്ടായിരുന്നു. ഈ നന്ദികേശനെ അണിയിച്ചൊരുക്കി ഭംഗിയായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുവാൻ മുന്നോട്ടും എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പിന്നെ ഈ കരയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിനെത്തിയ പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭരണസമിതി പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ രാധാലയം, ഉത്സവ കമ്മിറ്റി ചെയർമാൻ കൺവീനർ ശ്രീ സുരേഷ് ചേട്ടൻ, പഴഞ്ഞൂർക്കോണം കരയിലെ പ്രസിഡന്റ് ശ്രീ അജയൻ ചേട്ടൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.